പ്രധാന വാർത്തയിലേക്ക് വ്യവസായി ബോബി ചെമ്മണ്ണൂരിന്റെ സ്ഥാപനങ്ങൾക്കെതിരെ അന്വേഷണം ശക്തമാക്കാൻ ഇഡി. ഫിജി കാർഡ്, ക്രെഡിറ്റ് സൊസൈറ്റി എന്നിവയ്ക്കെതിരെയാണ് അന്വേഷണം നടത്തുന്നത്. ഫിജി കാർഡ് എന്ന സ്ഥാപനത്തിന്റെ മറവിൽ വിദേശത്തേക്ക് കോടിക്കണക്കിന് രൂപ കടത്തിയതായി ഇഡിക്ക് നേരത്തെ തന്നെ പരാതി ലഭിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും സഹിൻ ആന്റണി ചേരുന്നുണ്ട്. സഹിൻ, ബോബി ചെമ്മണ്ണൂരിനെതിരെ കൂടുതൽ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്, നിയമ നടപടികളിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഇഡി ശക്തമായ നിയമ നടപടിക്ക് ഒരുങ്ങുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗൗതം, നിലവിൽ ഇഡിയുടെ അന്വേഷണം ബോബി ചെമ്മണ്ണൂരിൻ്റെ ഫിജി കാർഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിനെതിരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ തന്നെയാണ് ക്രെഡിറ്റ് സൊസൈറ്റിക്കെതിരെയും അന്വേഷണം ശക്തമാക്കാൻ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. ഫിജി കാർഡ് വഴി വിദേശത്തേക്ക് കോടിക്കണക്കിന് രൂപ കടത്തിയതായി നേരത്തെ തന്നെ പരാതി ലഭിച്ചിരുന്നു. മാത്രമല്ല, ഫിജി കാർഡ് മണി ചെയിൻ മാതൃകയിലാണ് പ്രവർത്തിക്കുന്നതെന്നുള്ള ആക്ഷേപം ഉയർന്നിരുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തിക്കൊണ്ടാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഫിജി കാർഡ് വഴി പണം കടത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടെ തന്നെയാണ് ക്രെഡിറ്റ് സൊസൈറ്റി വഴി കള്ളപ്പണം വെളുപ്പിക്കുന്നതായുള്ള പരാതിയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഈ രണ്ട് സ്ഥാപനങ്ങളും ബോബി ചെമ്മണ്ണൂര് നേരിട്ട് ഉടമസ്ഥയിലുള്ള സ്ഥാപനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ അന്വേഷണം ശക്തമാക്കാൻ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. വലിയ രീതിയിലുള്ള കള്ളപ്പണ ഇടപാടുകൾ ഈ ക്രെഡിറ്റ് സൊസൈറ്റി വഴി നടന്നിട്ടുണ്ട് എന്നുള്ളൊരു വിലയിരുത്തലിലാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തിച്ചേർന്നിരിക്കുന്നതും. എന്തായാലും ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിൻ്റെ നിലവിൽ എറണാകുളം സെൻട്രൽ പോലീസ് എടുത്ത കേസിൽ അദ്ദേഹം ജയിലിലാണ്. ഈ സാഹചര്യത്തിൽ തന്നെയാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ മറ്റ് ബിസിനസ് സ്ഥാപനങ്ങൾക്കുമെതിരെ അന്വേഷണം ശക്തമാക്കാൻ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഫിജി കാർഡ്, ഒപ്പം തന്നെ ക്രെഡിറ്റ് സൊസൈറ്റി എന്നീ സ്ഥാപനങ്ങൾക്കെതിരെയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ ശക്തമായ അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഗൗതം, മറ്റൊരു കാര്യം, ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ ഹണിറോസ് നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ട കേസിൽ ഇപ്പോൾ ജയിലിലാണുള്ളത് നമുക്കറിയാം. നിലവിൽ മറ്റ് നിയമലംഘനങ്ങൾ അല്ലെങ്കിൽ നേരത്തെ ഉയർന്നു വന്നിട്ടുള്ള ബോബി ചെമ്മണ്ണൂരിനും എതിരായിട്ട് ഉയർന്നു വന്നിട്ടുള്ള മറ്റ് നിയമലംഘനങ്ങൾ അല്ലെങ്കിൽ ക്രമക്കേടുകളൊക്കെ സംബന്ധിച്ചുള്ള ആരോപണങ്ങളിൽ കൂടുതൽ നിയമ നടപടികൾ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇഡിയുടെ നീക്കമെന്ന് നമുക്ക് വിലയിരുത്താനാകുമോ? അങ്ങനെ തന്നെ വിലയിരുത്തേണ്ടി വരും ഗൗതം. കാരണം മുൻപ് 2 തവണ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഫിജി കാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ബോബി ചെമ്മണ്ണൂർ അടക്കമുള്ളവരുടെ മൊഴി എടുത്തിരുന്നു. ഈ സാഹചര്യത്തിൽ ക്രെഡിറ്റ് സൊസൈറ്റിക്കെതിരെയും കഴിഞ്ഞ ദിവസം പരാതി ലഭിച്ചിരുന്നു. ആ പരാതി ശക്തമായി അന്വേഷിക്കാൻ തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിരിക്കുകയാണ്. പോലീസിൽ നിന്നും ഇദ്ദേഹത്തിൻ്റെ നിലവിലുള്ള അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ വരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതിൻ്റെ വിവരങ്ങളും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തേടിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നേരത്തെ ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റ് ഇടപാടുകളെക്കുറിച്ച് അന്വേഷിക്കാൻ തന്നെയാണ് മറ്റ് ഏജൻസികളെല്ലാം തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും ശക്തമായ ഒരു അന്വേഷണത്തിലേക്ക് നീങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഗൗതം, ശരി, കൊച്ചിയിൽ നിന്നും സഹിൻ ആന്റണിയാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ബോബി ചെമ്മണ്ണൂറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇഡി കേസിൽ കൂടുതൽ അന്വേഷണം ശക്തമാക്കുകയാണ്. ഫിജി കാർഡിൻ്റെയും ക്രെഡിറ്റ് സൊസൈറ്റിക്കെതിരെയുള്ള അന്വേഷണത്തിൽ കൂടുതൽ ശക്തമായ നടപടികളിലേക്ക് കടക്കാനുള്ള ഒരുക്കത്തിലാണ് ഇഡി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിദേശത്തേക്ക് കോടിക്കണക്കിന് രൂപ കടത്തിയതായി ഇഡിക്ക് നേരത്തെ തന്നെ പരാതി ലഭിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അന്വേഷണം ശക്തമാക്കുന്നത്. വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും സഹിൻ ആന്റണിയാണ്.